നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്കിൽ ഈസ് നീഡഡ് ഇൻ അവർ ലൈഫ്. പക്ഷേ ഈ സ്കില്ലിന് ഒരു റൂട്ട് ഉണ്ട്. ഞാനിതിന് സ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നു. ആക്ച്വലി ഇറ്റ് ഇസ് എ സ്കിൽ റൂട്ട്. എങ്ങനെയാണ് നമുക്ക് സ്കില്ല് വരുന്നത്, സാമർഥ്യം വരുന്നത് എങ്ങനെയാണ്? ഇത് നിലവിലേക്കറിയുന്ന ഈ 6 ചാർട്ടിനോട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ ചാർട്ട്? ആദ്യം ഞാൻ ഈ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നതിന് ശേഷം അത് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് വിവരിച്ചു തരാം. കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ്, then conscious competence, then unconscious competence. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് 2 എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇത് വിവരിക്കാം. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസിയസ്റ്റ് ആയിട്ട് ഇത് സംഭവം മനസ്സിലാവും. ഒന്ന്, ഒരാളൊരു ബൈസിക്കിൾ റൈഡിങ് പഠിക്കുകയാണ്. ഒരാള് ഒരു സൈക്കിൾ സവാരി പഠിക്കുന്നു. ഫസ്റ്റിൽ അത് ഓടിച്ചു വരുമ്പോൾ അവന് തോന്നും ഒരു കാരണവശാലും ഇത് അവന്റെ ശരീരത്തിന് വഴങ്ങില്ല. അവൻ ബുദ്ധിപൂർവം എല്ലാ ചിന്തകളും കോൺഷ്യസ് ആയിട്ട് നമ്മ ആ സൈക്കിളിൽ പ്രയോഗിച്ചാലും ഇറ്റ് ബിക്കം അൺകോമ്പിറ്റൻസ്, അത് അവന് വഴങ്ങി കിട്ടില്ല. പക്ഷേ കുറച്ച് കയറുമ്പോഴും തള്ളി കുറെ നടന്നു കഴിഞ്ഞാൽ ഒരാളുടെ ഹെൽപ്പ്, അതല്ലെങ്കിൽ മറ്റൊരാൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ സൈക്കിളിൽ കയറാനും പതിയെ റൺ ചെയ്യാനും സാധിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം ശ്രദ്ധാപൂർവം നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കം കോമ്പിറ്റൻസ്, അവന് വഴങ്ങി കിട്ടും സംഭവം. ഇതാണ് 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് ആണ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ്. ഇവിടെയാണ് സൈക്കിൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ. അവർ ഹാൻഡിൽ തൊടണമെന്നില്ല, അവരാ സീറ്റിൽ കയറി ഇരുന്നാൽ മതി, സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കും. അവർക്ക് ശ്രദ്ധയില്ലെങ്കിലും അൺകോൺഷ്യസ് ആയാലും the cycle become competing to their practice. അപ്പോൾ ഈ 3ാമത്തെ സ്റ്റേജ് എത്തുക എന്നുള്ളതാണ് ഏതൊരു പ്രൊഫഷന്റെ വിജയവും. ഇനി ഞാൻ ഈ കാര്യം നിങ്ങൾ ഒരു കാർ ഡ്രൈവിംഗിലോട്ട് നിങ്ങൾ നോക്കൂ, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു വർക്കിലോട്ട് നോക്കൂ. ഫസ്റ്റ് ഇത് ബിക്കംസ് ഇൻകോമ്പിറ്റൻസ്, then only after it come competence. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വീട്ടിലത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു വീട്ടിൽ 4 പേരുണ്ട്, ഫാദർ, മദർ, 2 കുട്ടികൾ. ഇതിൽ ആർക്കാണ് കുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം? വി സേ മദർ. എന്തുകൊണ്ട്? മദറാണ് ഇത് കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നത്. അതുകൊണ്ട് ഷീ ബിക്കം കോമ്പിറ്റന്റ് ടു ദാറ്റ് ഫീൽഡ്. അപ്പൊ മറ്റുള്ളവർക്ക് ഈ സ്റ്റണ്ട് സ്റ്റേജിലായിരിക്കും, ഇൻകോമ്പിറ്റൻസ് സ്റ്റേജിലായിരിക്കും, അതല്ലെങ്കിൽ കോൺഷ്യസ് കോമ്പിറ്റൻസ് സ്റ്റേജിലായിരിക്കും. അധികമായ ശ്രദ്ധ കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ മദറിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഈസി. അപ്പൊ ഏതൊരു വർക്കിനും 3 ടെർമിനോളജി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ്, കൺസിസ്റ്റന്റ്, devotional, action. Okay? Thank you all. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക aliarimbrasidentally.com. Thank you. Wish you all the best.